അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അൽ റയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തൈവ ഉസ്താദിൻ്റെ യാക്കൂബ് ബിൻ സുഫിയാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ബൈത്തുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ അറിയേണ്ടതായൊരു മാന്യന, നിരവധി ഹദീസുകൾ സംഭരിച്ചൊരു കേമന. അവരാണ് യാക്കൂബ് ബിനു സുഫിയാനെന്നും പറയപ്പെടുന്നു ഹദീസ് പണ്ഡിതനെന്നും. തനിക്കുള്ള ജനനം പേർഷ്യയിൽ നിന്നാണ്, മരണപ്പെടുന്നത് ബസറയിൽ വെച്ചാണ്. ഹദീസുകൾ പഠിക്കുന്നതിനായി 30 വർഷം അനേകം രാജ്യമാണ് നടന്നത്. ഗുരുനാഥരിൽ തനിക്കുണ്ട് 80,000 ലഭിച്ചിട്ടുമുണ്ട് ഹദീസുകൾ പല 1000. വിളക്കിൻ്റെ വെട്ടം കൊണ്ട് രാത്രിയിൽ ഒരു ദിനം കുറിക്കുന്ന സമയം താൻ ഹദീസും ലേഖനം. വിനന്ന് കണ്ണിൽ വന്ന് എന്തോ ഒന്ന്, കണ്ണിന് ഭംഗം വന്ന് കാഴ്ചയും നിന്ന്. താൻ നീണ്ട രാത്രിയിൽ പലദിനം കരയുന്നതായി, ഇൽമിൻ്റെ നഷ്ടം ഓർത്ത് തീരാ ദുഃഖമായി. ഈ രീതിയിൽ കഴിയുന്നു താൻ ഒരു രാത്രിയിൽ, കാണുന്നതായി തിരുത്തോഹ വന്നത് സ്വപ്നമേ. പറയുന്നു താൻ യാ സയ്യിദുൽ അദ്നാനി, കാഴ്ചക്ക് നഷ്ടം വന്ന് പോയി ഐനാനി. ഹദീസുകൾ ഇനി എങ്ങനാ പഠിക്കുന്നതും ഞാൻ എങ്ങനാ കുറിക്കുന്നത്. അന്യായം ഇതുപോലുള്ളതെല്ലാം അന്ന് നബിയോട് ബോധിപ്പിച്ചു മുന്നിൽ നിന്ന്. നബിക്കുള്ള തൃക്കൈ തൻ്റെ കണ്ണിൽ വെച്ചതായി, തിരുമുസ്തഫ ഉടൻ തന്നെ മന്ത്രിക്കുന്നതായി. താൻ തൻ്റെ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു പോയി, കണ്ണിന് കാഴ്ച ലഭിച്ചു റബ്ബിന് സ്തോത്രമായി. തനിക്കുള്ള മൗത്തിന് ശേഷമായി ഒരു വ്യക്തിയും ചോദിച്ചു സ്വപ്നമിൽ തൻ്റെ സ്ഥിതിയും അവസ്ഥയും. എനിക്കെൻ്റെ റബ്ബ് പുറത്തു പാപം ഒക്കെയും, കൂടാതവൻ ഏൽപ്പിച്ചു മറ്റൊരു ജോലിയും. നീ ഭൂമിയിൽ നിന്നും പഠിച്ച ഹദീസുകൾ
വിവരിക്കണം പഠിക്കട്ടെ എൻ്റെ മലക്കുകൾ. ഞാനിന്ന് 4ാമത്തെ ആകാശത്തിലാ, അംലാക്കുകൾക്ക് ഹദീസുകൾ പഠിപ്പിക്കലാ. അംലാക്ക് ചുറ്റുമിരുന്നതാ കുറിക്കുന്നു, അവർക്കുള്ള പേനയും സ്വർണമാലെങ്കുന്നു. സുബ്ഹാന റബ്ബി എന്തിനാ പറയുന്നത്, ജിബിരിയിൽ പോലും വന്നെഴുതുന്നുണ്ടത്. 227 ഹിജ്റ റജബിലാ, തനിക്കുള്ള മൗത്തും അന്ന് താൻ ബസറയിലാ. ഇത് അൽ ബിദായത്ത് വന്നിഹായിലുള്ളതാ. 1151 അതിൽ വിവരിച്ചതാ. തസ്നീഫ് ചെയ്തിട്ടുണ്ട് താൻ പല കിതാബുകൾ, അതിനുള്ളിലെല്ലാം ഉണ്ട് വിത്തും മുത്തുകൾ. തനിക്കൊണ്ട് തലയെടുപ്പുള്ള ശിഷ്യന്മാരും, നസാഇമാമിനെ പോലെ പേരുള്ളോരും. ഇബ്നുൽ ഖുസൈമ തൻ്റെ ശിഷ്യരിൽ പെട്ടതാ. ഇതുപോലെ പലരും ഉണ്ട് ദീർഘിക്കുന്നതാ. ഇവർക്കുള്ള ഹക്കാൽ നൽകി റബ്ബേ കണ്ണിനും, ഇന്നുള്ളതിൽ അധികം പ്രകാശം കൽബിനും. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും, സൂര്യോദയം കാണുന്ന കാലം മുഴുവനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.